വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോ ലേഖകൻ രാകേഷ് കായലൂരിന് നാടിന്റെ അന്ത്യാഞ്ജലി. പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ഞായറാഴ്ച രാത്രി 10 മട്ടന്നൂർ ഇരിട്ടി റോഡിൽ ഹൈപ്പർ മാർക്കറ്റിന് മുന്നിലുണ്ടായ അപകടത്തിലാണ് രാകേഷ് മരിച്ചത്. കടലിൽ നിന്നും സാധനങ്ങൾ വാങ്ങി റോഡിന് കുറുകെ കടക്കാൻ ശ്രമിക്കുമ്പോൾ ലോറി ഇടിച്ച് തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇന്നലെ രാത്രിയോടെ മരണപ്പെടുകയായിരുന്നു. മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ കണ്ണൂർ ദേശാഭിമാനി ഓഫീസിലും മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തും പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് കായലൂരിലെ വായനശാല പരിസരത്തും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകുന്നേരത്തോടെ മട്ടന്നൂർ നഗരസഭയുടെ പൊറോറ നിദ്രാലയത്തിൽ സംസ്കരിച്ചു. ഇ പി ജയരാജൻ മന്ത്രിയായിരിക്കെ പേഴ്സണൽ സ്റ്റാഫ് ആയി ജോലി ചെയ്തിരുന്നു. മട്ടന്നൂരിൽ രാഷ്ട്രദീപിക, ദേശാഭിമാനി പത്രങ്ങളിൽ ലേഖകനായും വക്കീൽ ക്ലർക്കായും പ്രവർത്തിച്ചിരുന്നു. മട്ടന്നൂർ പ്രസ് ഫോറം സ്ഥാപക അംഗവും പ്രസിഡന്റുമായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് രാകേഷിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. എം വിജയൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N ഷാജിത്ത്, CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, രാജീവൻ ഇളയാവൂർ, CV ശശീന്ദ്രൻ, P പുരുഷോത്തമൻ, പനോളി വത്സൻ, M രതീഷ് തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.